മുൻകാലങ്ങളിൽ തോട്ടിയിടുക, വടിയാക്കുക എന്നതിന് പകരം ആധുനിക മലയാളിയുടെ പുരോഗമനപരമായ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള പുതിയ പദപ്രയോഗങ്ങളിലൊന്നാണ് ശശിയാക്കുക എന്നത്. മലയാളിയുടെ മധ്യവർഗ ജാടയ്ക്ക് ചേരുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തി ഇരയാക്കി അയാളെ കടന്നാക്രമിച്ച് തേജോവധം ചെയ്യുന്നത് മലയാളിക്ക് ഒരു ഹരമാണ്. ഇങ്ങനെ ഇരയാക്കപ്പെട്ട അമ്മിണിക്കുട്ടൻ എന്ന കുട്ടൻ്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം. നമ്മുടെ ഷാപ്പിൽ നിന്ന് അമ്മണിക്കുട്ടൻ വരുന്നുണ്ട്, അടിച്ച് കിൻഡിയായിട്ട്. എന്താ പുള്ളിനെ അമ്മണിക്കുട്ടൻ വിളിക്കുന്ന? കൂട്ടുന്നത് ശരിയാ, അമ്മണിന്ന് എന്താ വിളിക്കുന്നത്? മനീഷ ഇപ്പോൾ തെങ്ങേറ്റം തുടങ്ങി. ഇതിന്റെ മുമ്പത്തെ പണി അറിയോ? ഏയ് അറിയില്ല. ഒരു പശുക്കിടാവിന് വാങ്ങിക്കും, അതിനങ്ങോട്ട് തീറ്റി വളർത്തും. ഒരു പരുവത്തി കഴിയുമ്പോ വലിയ സൈസ് ഒന്നും ആവില്ല. അതിനു മുമ്പ് ചവിട്ടിക്കാൻ കൊണ്ടുപോകും. ചവിട്ടിക്കല്ലോ, പണിയറാൻ പാടില്ലേ? അവിടെ കൊണ്ടുപോയി കിട്ടും. നമ്മളെ കുഞ്ഞമ്മായ അടുത്ത് കൊണ്ടുപോയ സാധനത്തിന് നമ്മളെവിടുത്തെ കുഞ്ഞമ്മായ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവിടെ 2 തരം കുറ്റൻ്റെ, വലുതുണ്ട് ചെറുതുണ്ട്. ചെന്നോടി പറഞ്ഞ ചെറുതൊന്നും പറ്റില്ല, വലുത് തന്നെയാണ്. വേണ്ട അത് വേണ്ട, പണിയാവെന്ന് പറഞ്ഞ കുഞ്ഞമ്മായി പറഞ്ഞതാ. വലുത് തന്നെ വേണോന്ന് പറഞ്ഞു. അങ്ങോട്ട് കയറി കൊട്ടാപ്പുറത്തുണ്ട് കയറി. കഴുത്തിന് പിടിച്ചിട്ടുണ്ടാവൂല. അമ്മേ, അവിടെ വെച്ച് തീർന്നില്ല പരിപാടി. പിന്നെ വേറെ ഒന്നല്ല, നട്ടെല്ലാം ഒടിഞ്ഞ് തേടുന്നു. അതാണ് സസ്പെൻസ്. 2 കൈയും കാലും കെട്ടി നേരെ കോലുമ്പ് കെട്ടി തൂക്കി ഡിം ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. പിന്നെ സാധനത്തിന് വെട്ടം കൊണ്ടുപോയി. മറ്റവനെ ഭക്ഷണം തന്നെയാണ് നിന്നെയൊക്കെ കണ്ടോളാ. തള്ളാനുള്ള തട്ടാണുള്ളതൊക്കെ അങ്ങടെ പോണിരിക്കോ? വെല്ലുമിച്ചേ എന്താണാവാ? തേങ്ങ ഇടണ്ട, തേങ്ങ വേണ്ട വേണ്ട. ഏയ്, നീ കള്ളു കുടിച്ചുണ്ടോന്നേക്കണ്ടാ? പറ്റണ എനിക്ക്? പറ്റൊന്നുമില്ല, പണിയപ്പോ തന്നെ കാശ് പറ്റും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയരുത്, എനിക്കും ജീവിക്കണ്ടേ. ഈ മുതലിനടുത്ത് ഇതിനകത്ത് കിട്ടാലോ. കിണറിൽ എന്തിട്ടുണ്ടായിട്ടാ? അല്ല, തള്ള ഇതിലാണോ കുളിക്കാറ്? ഒന്ന് പോയാടാ. വെള്ളം വെള്ളോട്ടോണ്ടിരിക്കുകയാണ്, കുടിയിലേക്ക് എടുക്കാറായി. ഞാൻ പലപ്പോഴും വിചാരിച്ച കാര്യങ്ങൾ വരാതിരിക്കില്ല. നമുക്ക് നോക്കാന്നേ.
കമ്പിയൊക്കെ ഇട്ടാണല്ലോ പോണേ. എന്തോ ചുറ്റിക്കെട്ടാണല്ലോ. എടാ അമ്മണിക്കുട്ടാ, നീ ഇത് എവിടുന്ന് പൊക്കേക്കണോടാ നീ? എടാ അത് അടിച്ചു പറ്റി താണോടാ. എടാ നിക്കടാ അവിടെ. ഇത് കൊറേ നേരമായി നമ്മൾ ശ്രദ്ധിക്കണത്, നമുക്കിത് പിടിക്കണത്. ഒരു ട്രിപ്പ് ഒന്നല്ല കൊണ്ടുപോയാണ്, 2-3 ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് പിടിക്കാവുന്നേ, നമുക്ക് പിടിക്കാന്നേ, പിടിക്കാം. ഇനി അവനെ വെറുതെ ശരി. നമ്മളോട് ഇത്രയും പേരായിട്ട് നമ്മളോട് ആണുങ്ങളായിട്ട് ജീവിച്ചിട്ട് കാര്യമുണ്ടോ? അവനിങ്ങനെ പഠിച്ചോണ്ട് കൊണ്ടോണം ശരിയല്ലോ. വരണ്ടോ നോക്കാം. വരണ്ട് കേട്ടോ. അവിടെ ഇതെവിടേക്കാ കൊണ്ടുപോണേ സംഭവം? അല്ല എന്താ കാര്യം? എനിക്ക് കിട്ടിയത് എവിടെ നിന്ന് കിട്ടി? എനിക്ക് റോട്ടിൽ കിടന്ന് കിട്ടി. അങ്ങനെ റോട്ടിൽ കിടന്ന് കിട്ടാനായിട്ട് എന്താ റോട്ടിലിട്ടുകൊണ്ട് നടക്കാണ്? അല്ല, എനിക്ക് മനസ്സിലാവാണ്ട് ചോദിക്കാണ്. നീ കുറെ നേരമായിട്ട് നീ കെട്ടുകമ്പിയായിട്ട് അങ്ങോട്ട് നടക്കണോ? അത് പല ടൈപ്പ്, ഒരേ ടൈപ്പ്, പല ടൈപ്പായിട്ടുള്ള കമ്പി ഇങ്ങനെ കെട്ടി ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ. മാർക്ക കമ്പി ഇത്ര കൃത്യമായിട്ട് ഒരേപോലെ മേടിച്ചോണ്ട് നടക്കണെങ്കിൽ നീ സത്യം പറ. റോട്ടിൽ കിടന്നാണ്, വെറുതെ കിടന്നാണ്. നീ റോട്ടിൽ കിടന്നൊന്നും പറയണ്ട, നീ ഇത് എവിടെന്നോ പൊക്കിയതാ. മര്യാദക്ക് ചോദിച്ചാ പറയില്ല. ഒന്നാട് പൊട്ടിച്ചാ കറക്റ്റ് ആയിട്ട് പറയും. പൊട്ടിക്കൊന്നും വേണ്ട, പൊട്ടിക്കണ്ട, നമുക്ക് പോലീസിനെ നിർത്ത്. എന്റെ കമ്പിയാ. എടാ നിന്റെ കമ്പിയാ? എടാ ഇത് എന്റെ കമ്പിയാന്ന്. നീ ആള് കൊള്ളാലോ. ഞാനേ സ്ലാബ് വാർക്കാനായിട്ടെ 3 ദിവസമായി കമ്പി മുറിച്ചിട്ടേണു. 3 അല്ല 4 പ്രാവശ്യമായിട്ടാ വേച്ചി. പകല് കക്കാൻ നടക്കാതെ മാന്യന്മാര് കക്കണ പോലെ രാത്രി പോയി കക്കടാ. പിന്നെ എന്റെ പട്ടിയൊക്കെ രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ചു നിന്ന് കക്കാൻ നിന്നാലേ രാവിലെ എനിക്ക് തെങ്ങുമ്പോ കയറുമ്പോ ഉറക്കം വരും. എടാ ഈ മുതല് എവിടെയെങ്കിലും 2 മണിക്കൂർ പണിയെടുത്ത് കമ്പിയും കെട്ടിപ്പിടിച്ച് വീട്ടിലിരിക്കാമല്ലോ. ഞാൻ എപ്പോഴെങ്കിലും പൊക്കിക്കോളാം. നീ പഠിക്കാലേ? നീ എന്നിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കണേ? പഠിക്കടി. നിന്റെ അപ്പം വന്നില്ലേ മോളെ? വന്നു ഇന്നും കുടിച്ചിട്ടുണ്ട്. ദേ വന്നു നിൽക്കണു അമ്മാമ്മയുടെ മോൻ. തള്ളേ നീ വന്നോടാ. തള്ളയ്ക്ക് കുടിക്കാം, എനിക്ക് കുടിക്കാൻ പാടില്ല. എനിക്കൊരു തുള്ളി ആര് തരാൻ? ഇന്ന് രണ്ടുപേരും കൂടി തുടങ്ങാൻ പോവാണോ? കഴിക്കണോ? വേണമെങ്കി വേണോന്ന് പറയും. വേണോ? തള്ളേ കുട്ടം വരുമ്പോഴേ തെങ്ങുമ്മ കയറ്റി തേങ്ങ ഇടിക്കണം. എന്റെ തലയിൽ തേങ്ങ വീണേനെ, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. അതെ, അവന് തെങ്ങേറില് തന്നെയല്ല, അവന് കളവും കൂടി ഉണ്ട്. അതല്ല പറഞ്ഞ, ഇനി വരുമ്പോ അവനെ കൊണ്ട് കയറ്റി ഇടിച്ചോ. ഇനി ഒന്നും നോക്കണ്ട, അല്ലെങ്കിൽ തള്ള തന്നെ കറണ്ട് വരൂട്ടോ. അത് എന്ത് പണ്ടാറെങ്കിലും ആവട്ടെ. ഒരു പാട്ട് വെച്ചേടി, പാട്ട് വെച്ചേ. ഇന്നോ പിടിച്ചോ മാമേ ഒരു അടിപൊളി പാട്ട്. അമ്മ എങ്ങടെ എനിക്ക് അമ്മേ മോനും കൂടി തുടങ്ങാം. കണകുപ്പി
ആരാ? അമ്മാമ്മേ തള്ള കുട്ടൻ വരെ വന്നാണോ? പോയില്ല. അതെ എന്താ? തേങ്ങയൊക്കെ ഉണങ്ങി ചാടാറായി. ഈ നാട്ടില് കുട്ടനല്ലാണ്ട് വേറെ തെങ്ങറ്റക്കാരില്ല. കുടിച്ചിട്ടുണ്ടാ? അതിനെന്താ പ്രശ്നം? എന്ത് സംഭവിച്ചാലും ഇനി തെങ്ങയൊക്കെ ഞാൻ ഇടും. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും ശരി, ഒന്നും നടക്കില്ല. ഞാനിന്ന് തെങ്ങക്കറും തേങ്ങ ഇടും. ഇടട്ടെ അമ്മാമ്മേ, കുടിച്ചിട്ടില്ലാന്ന് എന്ത് പറഞ്ഞു. പണ്ടാരെങ്കിലും ആവട്ടെ, നീ ഇട്ടേച്ചു പോ. മൊത്തം വെട്ടി പൊളിച്ചടക്കുന്ന ഞാൻ തകർക്കും. അമ്മാമ്മ ഒന്ന് പോയി നോക്കിട്ടോ. വലുമേ, ഇവനെന്താ കാണിക്കാൻ പോണയാവോ? ഒന്ന് ചാടി നോക്കിയാലോ? തേങ്ങ ഇടാണെങ്കി തേങ്ങ ഇടാ. ആ വലുമേ, ഞാൻ താഴത്തേക്ക് ആടട്ടെ. തേങ്ങ ഇട്ടില്ലെങ്കിലും വേണ്ടൂല, നീ ഇറങ്ങിക്ക. കേറ്റാൻ പോയത് ഔതായില്ല. ചാടാൻ പോണ്. ചാടും 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 ചാടും. വേണ്ട വേണ്ട, ഇറങ്ങിക്കോടാ. വേണ്ട ഇടണ്ട, ഇറങ്ങിക്കോടാ നീ. ചാടും. അയ്യോ, താഴെ ഇറങ്ങടാ. ഇറങ്ങിക്കോടാ. അയ്യോ, ഇറങ്ങിക്കോടാ. ചാടും ചാടും. അതെ, ആ കുട്ടന്റെ കോപ്രായം കണ്ടിട്ടേ വല്യമ്മ ബോധം കെട്ട് കണ്ടതാ. ഇവന്റെ ഒക്കെ ഒരു കാര്യം വല്യമ്മ പോണ പോക്ക് കണ്ട. കുട്ടനെ പോലെയുള്ളവരെ നാം ജീവിതത്തിൽ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. ഇവരുടെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങൾ മാത്രമാണ് നാം കാണാറ്. കൂടുതലെടുത്താൽ കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും ഒരുപാട് കഥകൾ ഇവർക്കും പറയാനുണ്ട്. ഈ രസികന്മാരും സമൂഹത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കുറഞ്ഞ പക്ഷം നമുക്ക് അല്പനേരം ചിരിക്കാനെങ്കിലും.